നമസ്കാരം. അമ്മയെ നോക്കുന്ന ഒരു ഔദാര്യമായിട്ടാണ് ആൾക്കാർ പറയുന്നത്. എങ്ങനെയാണ് അമ്മയോട് പറയുന്നത്? ഓരോരുത്തർക്ക് ഓരോ അമ്മമാർക്ക് ആഹാരം പോലും കിട്ടുന്നില്ല. അമ്മയ്ക്കിവിടെ അതുണ്ടല്ലോ, പട്ടിണിയൊന്നും അല്ലല്ലോ അമ്മേനെ ഇടുന്നത്. അമ്മയ്ക്ക് ആഹാരം ഉണ്ടല്ലോ. അസുഖത്തിന് നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ എന്താ, ആഹാരം തരുന്നില്ല ഞങ്ങൾ. കഷ്ടം. ഇപ്പോൾ അമ്മ എന്ന് പറയും, മദർഹുഡ് സ്റ്റാർട്ടാവുന്ന ഇപ്പോൾ തൊട്ട് 9 months പ്രഗ്നൻസി, അമ്മയുടെ ആരോഗ്യം, അമ്മയുടെ സമയം, അമ്മ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പണം, ആ പണം, അമ്മയ്ക്ക് കിട്ടിയ ഓഹരി എല്ലാം വേണം. അമ്മയെ വേണ്ട, അമ്മയുടെ ബന്ധുക്കളെ വരെ വേണം. അമ്മയുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അമ്മയുടെ ത്രൂ ഉള്ള ബന്ധുക്കൾ വരെ വേണം. പക്ഷെ അമ്മയെ വേണ്ട. ബാക്കിയെല്ലാം ഇവർ ചെയ്തു തരുന്നത് ഔദാര്യമായിട്ടാണ് മക്കൾ പറയുന്നത്. അമ്മയ്ക്ക് എന്താ ഇവിടെ ഒരു കുറവ്? ആഹാരമില്ലേ, പട്ടിണിയല്ലല്ലോ. ആ പാവത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകാൻ വയ്യ. 2-3 ദിവസം പഴക്കമുള്ള ആഹാരം കൊടുക്കുക. എന്നിട്ട് ചോദിക്കുന്നത്, പട്ടിണിയല്ലല്ലോ, ആഹാരം തരുന്നില്ലേ? ഡയബറ്റിക് പേഷ്യൻ്റ്, ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആഹാരം കൊടുക്കില്ല. എന്നിട്ടും ചോദിക്കുന്നത് എന്താ? വയറ് നിറച്ച് ആഹാരം തരുന്നില്ലേ? വയറ് നിറയുന്നില്ലേ? കാല് വേദനയാണ്. ഷുഗർ പേഷ്യൻസിന് അതൊക്കെ വരുന്നതാണ്. കാല് പൊത്തയ്ക്ക് വേദന, എനിക്ക് നടക്കാൻ വയ്യ. വയസ്സായി അമ്മേ, അമ്മയ്ക്ക് വയസ്സായതിൻ്റെ വേദനയാണ്. എനിക്ക് തലവേദനയുണ്ട്. ഫോൺ അധികം സംസാരിച്ചിട്ടാണ്. ഫോൺ സംസാരിക്കാതിരിക്കെ തലവേദനിക്കില്ല. മക്കളെ, കാല് വിങ്ങുന്നു. നടു തൊട്ട് താഴോട്ട് എനിക്ക് വേദനയാണ്. നടു മുതൽ താഴോട്ട് എനിക്ക് വേദനയാണ്. വയസ്സായി അമ്മയ്ക്ക്, അതുകൊണ്ടാണ്. ഗുളികയൊക്കെ കഴിക്കുന്നില്ലേ? നമ്മൾ 5 കൊല്ലം മുമ്പ് ഡോക്ടറെ അടുത്ത് പോയി സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞ ഗുളിക കഴിക്കുന്നുണ്ടോ? ഗുളിക കഴിക്കണം. ഗുളിക കഴിക്കാഞ്ഞിട്ടാണ് 5 കൊല്ലം മുമ്പ് ടെസ്റ്റ് നമ്മൾ ഡോക്ടർ പറഞ്ഞല്ലേ ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്ന്. പിന്നെ ടെസ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല. മക്കൾ ഔദാര്യം ചെയ്യുകയാണ് അമ്മമാർക്ക്. എന്താ, അമ്മയുടെ ആരോഗ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കളഞ്ഞതിനൊന്നുമില്ല. അമ്മയുടെ സമയം മുഴുവൻ കളഞ്ഞതിനൊന്നുമില്ല. അമ്മയുടെ ഓഹരി മുഴുവൻ എടുത്തതിനൊന്നുമില്ല. എന്തിനാണ്? പെൻഷൻ, അമ്മയുടെ പ്രായത്തിനനുസരിച്ചിട്ട് ഗവൺമെൻറ് തരുന്ന പെൻഷൻ അടക്കം അവർക്ക് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അമ്മയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ഔദാര്യമാണ്. എന്താല്ലേ, നമ്മുടെ സമാജത്ത് നടക്കുന്ന കാര്യമാണ്. പേരൻസിന് കൊടുക്കുന്നത് ഔദാര്യമാണ്. കൂടുതലും അമ്മമാർ ആണ് അനുഭവിക്കുന്നത് കാണുന്നത്. അമ്മയുടെ ബന്ധുക്കൾ വരെ വേണം. പാവങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ല. ആരോട് പോയി പറയണം എന്നറിയത്തില്ല. മക്കളുണ്ട്, വീടിനകത്തിട്ട് പറയാതെ ടോർച്ചർ ചെയ്യുകയാണ്. ഹൗ സാഡ്. എങ്ങോട്ടാണ് സമാജം പോകുന്നത്? രാധേ രാധേ.